ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇത്തവണ യുഎഇയിൽ കഴിഞ്ഞ വർഷത്തേക്കാളും ചൂട് കൂടുതലാണ്. പകൽ ചൂട് കൂടുന്ന സാഹചര്യമുള്ളതിനാൽ എല്ലാവരും ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ രാജ്യത്തെ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. ആരോഗ്യ മന്ത്രാലയമാണ് ഇതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ചൂട് ഇനിയും ഉയരും. പുറത്തിറങ്ങിയുള്ള നടത്തം പരമാവധി ഒഴിവാക്കണമെന്നും ആരോഗ്യ മന്ത്രാലയം നൽകിയ മുന്നറിയിപ്പിൽ പറയുന്നു. ആരോഗ്യത്തിനും സുരക്ഷയ്ക്കും മുഖ്യ പരിഗണന നൽകണം. അത്യാവശ്യമെങ്കിൽ മാത്രം പുറത്തിറങ്ങുക. കഴിയുന്നതും ചൂട് കൂടുന്ന സമയത്ത് വീടിനുള്ളിൽ തന്നെ ഇരിക്കണം. പകൽ ചൂട് 50 ഡിഗ്രിക്ക് മുകളിലായിട്ടുണ്ട്. ഈ ചൂടിൽ പുറത്തിറങ്ങി നടക്കുന്നത് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. ചൂടിനൊപ്പം അന്തരീക്ഷത്തിൽ പൊടിയുടെ സാന്നിധ്യവും കൂടുതലാണ്. ഇത് പൊടിക്കാറ്റ് കൂടുതലാകാനും ദൂരക്കാഴ്ച കുറയാനും സാധ്യത ഉണ്ടാക്കുന്നു. വാഹനങ്ങൾ ഓടിക്കുന്നവരും ശ്രദ്ധിക്കണം. പൊടിക്കാറ്റിൽ മാലിന്യങ്ങൾ അടങ്ങിയ വസ്തുക്കളാകും പറക്കുന്നത്. അതിനാൽ അലർജിക്ക് കാരണമാകും. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. കുവൈറ്റിൽ ആരോഗ്യം, വിദ്യാഭ്യാസം, ഗതാഗതം ഉൾപ്പെടെയുള്ള മേഖലകളിൽ സർക്കാർ സേവനങ്ങൾക്ക് ഈടാക്കുന്ന ഫീസുകൾ ഉയർത്താനും ശമ്പളം, സബ്സിഡി എന്നിവ വെട്ടിച്ചുരുക്കാനും തീരുമാനം. ഇതോടൊപ്പം രാജ്യത്തിന്റെ പൊതുചെലവുകൾ വലിയ തോതിൽ നിയന്ത്രിക്കാനും അതിന് ഒരു പരിധി നിശ്ചയിക്കാനും തീരുമാനമുണ്ട്. രാജ്യത്ത് ബജറ്റ് കമ്മി പ്രതിവർഷം വർദ്ധിച്ചു വരികയും കരുതൽ ധനത്തിൽ വലിയ കുറവുണ്ടാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് ധനകാര്യ മന്ത്രാലയത്തിന്റെ തീരുമാനം. രാജ്യത്തെ സാമ്പത്തിക രംഗത്തെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന നടപടികളുടെ ഭാഗമായാണിതെന്ന് സർക്കാർ വകുപ്പുകളുടെ പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ മന്ത്രാലയം നടത്തിയ ആദ്യ സാമ്പത്തിക ഫോറത്തിൽ ധനമന്ത്രി ഡോക്ടർ അൻവർ അൽ മുദാഫ് അറിയിച്ചു. കുവൈറ്റ് അങ്ങേയറ്റം ഉദാരമായ ഒരു രാജ്യമാണെന്നും പൊതുചെലവുകൾ അനിയന്ത്രിതമായി വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഒമാൻ അനുശോചനം രേഖപ്പെടുത്തി. അദ്ദേഹത്തിന് എളുപ്പത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിലാണ് ട്രംപിന് വെടിയേറ്റത്. പെൻസിൽവാനിയയിലെ ബട്ട്ലറിൽ ഒരു പൊതുയോഗത്തിൽ പ്രസംഗിക്കുന്നതിനിടയിലാണ് ആക്രമി ട്രംപിന് നേരെ വെടിയുതിർത്തത്. ആക്രമണത്തിൽ ട്രംപിന്റെ വലത്തെ ചെവിക്ക് പരിക്കേറ്റു. ചെവിയിൽ നിന്നും രക്തമൊഴുകുന്നതിന്റെ ദൃശ്യം പുറത്തുവന്നിട്ടുണ്ട്. പരിക്കേറ്റെങ്കിലും ട്രംപിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് വിവരം. ആക്രമണത്തിന് പിന്നാലെ ചികിത്സ തേടിയ അദ്ദേഹം ആശുപത്രി വിട്ടു. വെടിവച്ചത് 20-കാരനാണെന്നാണ് റിപ്പോർട്ട്. പെൻസിൽവാനിയ സ്വദേശിയായ തോമസ് മാത്യു ക്രൂക്കാണ് ട്രംപിനെ വെടിവച്ചതെന്ന് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു. ദോഫർ ഗവർണറേറ്റിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ ഷാദ് വ്യൂ പോയിന്റിനെ അധികൃതർ നവീകരിച്ചു. മുക്സെയിൽ റോഡിൽ ചുരം കയറിയെത്തുന്ന വ്യൂ പോയിന്റ് സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമാണ്. ഖരീഫ് കാലത്ത് പ്രതിദിനം 100 കണക്കിന് പേരെത്തുന്ന ഇവിടം കൂടുതൽ സുരക്ഷിതമായ വഴികളും സൗകര്യങ്ങളും ഒരുക്കി ആകർഷകമാക്കിയിരിക്കുകയാണിപ്പോൾ. നടപ്പാതയും ഷാദ് വ്യൂ പോയിന്റും കൂടുതൽ സുരക്ഷിതവും മനോഹരവുമാക്കിയിട്ടുണ്ട്. തെക്കൻ ബാത്തിന ഗവർണറേറ്റിലെ വാണിജ്യ സ്ഥാപനത്തിൽ നിന്നും നിരോധിതവും ലൈസൻസ് ഇല്ലാത്തതുമായ 1531 വസ്തുക്കൾ ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം പിടിച്ചെടുത്തു. മുസന്ന വിലായത്തിലെ കടകളിൽ നടത്തിയ പരിശോധനയിലാണ് ഇത്രയും ഉൽപ്പന്നങ്ങൾ കണ്ടുകെട്ടിയത്. ആഡംബര സാധനങ്ങൾ വിൽക്കുന്ന കടയിൽ നിന്നും പിടിച്ചെടുത്ത ഉൽപ്പന്നങ്ങൾ ആവശ്യമായ സവിശേഷതകളും മാനദണ്ഡങ്ങളും പാലിക്കാത്തവയാണെന്നും ഉപഭോക്തൃ വിഭാഗം അറിയിച്ചു. ദാഖ്ലിയ ഗവർണറേറ്റിലെ മിസ്വത്ത് അൽ അബ്രീൻ പ്രദേശത്തെ വികസനത്തിന് പദ്ധതിയുമായി അധികൃതർ രംഗത്ത്. പ്രദേശത്തെ പ്രത്യേകതകളും തനിമയും നിലനിർത്തി അടിസ്ഥാന സൗകര്യ വികസനം ഉൾപ്പെടെ സാധ്യമാക്കുന്നതിനാണ് പദ്ധതി. ഇതുവഴി ഇവിടേക്ക് കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കും. മസ്കറ്റിൽ നിന്നും 230 കിലോമീറ്റർ അകലെ നിസ്ബയിൽ നിന്നും 30 കിലോമീറ്ററിനടുത്ത് സഞ്ചരിച്ചാൽ മിസ്വത്ത് അൽ അബ്രീൻ എന്ന ഗ്രാമത്തിലെത്താം. വടക്കൻ ബാത്തിനയിൽ മയക്കുമരുന്നുമായി പ്രവാസികൾ അറസ്റ്റിലായി. നാർക്കോട്ടിക് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് കൺട്രോൾ വിഭാഗം നടത്തിയ പരിശോധനയിൽ വൻതോതിലുള്ള ക്രിസ്റ്റൽ മെത്ത് കണ്ടെടുത്തു. ഏഷ്യൻ രാജ്യക്കാരായ 2 പേരെയാണ് സംഭവത്തിൽ പിടികൂടിയത്. പ്രതികൾക്കെതിരെ നിയമ നടപടികൾ ആരംഭിച്ചതായും അധികൃതർ വ്യക്തമാക്കി. ദോഫർ ഗവർണറേറ്റിൽ കയ്യേറ്റ ഭൂമിയിലെ നിർമ്മാണങ്ങളും അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങളും നഗരസഭ തടഞ്ഞു. 594 സ്ഥലങ്ങളിൽ നടപടികളുടെ ഭാഗമായി കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കി. 13 പേരെ നിയമ നടപടികൾക്കായി പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറുകയും ചെയ്തതായി ദോഫർ നഗരസഭ വയലേഷൻ വിഭാഗം ഡയറക്ടർ അറിയിച്ചു. നേരത്തെ മസ്കറ്റിൽ അനധികൃതമായി ഭൂമി കയ്യേറുകയും പൊതുജനങ്ങളുടെ കാഴ്ചകൾ മറയ്ക്കും
മറക്കുകയും ചെയ്ത സംഭവത്തിൽ നഗരസഭ നടപടി സ്വീകരിച്ചിരുന്നു. അൽ ഖൈറാൻ പ്രദേശത്തെ 13 കയ്യേറ്റങ്ങളാണ് ഒഴിപ്പിച്ചത്. പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം, റോയൽ ഒമാൻ പോലീസ് എന്നിവയുടെ സഹകരണത്തോടെയായിരുന്നു നടപടി. മറയ്ക്കായി ഇവിടെ സ്ഥാപിച്ച ബോർഡുകളും മറ്റും നീക്കം ചെയ്തു. സ്ഥലങ്ങൾ വൃത്തിയായി സൂക്ഷിക്കണമെന്നും അധികൃതർ നിർണയിച്ചിരിക്കുന്നതല്ലാത്ത മറ്റൊരു ആവശ്യത്തിനും ഉപയോഗപ്പെടുത്തരുതെന്നും മസ്കറ്റ് നഗരസഭ അഭ്യർത്ഥിച്ചു. ദോഫർ ഗവർണറേറ്റിൽ വേഗപരിധി ലംഘിക്കുകയും അപകടകരമാകുന്ന വിധത്തിൽ വാഹനമോടിക്കുകയും ചെയ്ത വാഹനം റോയൽ ഒമാൻ പോലീസ് ട്രാഫിക് വിഭാഗം പിടിച്ചെടുത്തു. ഡ്രൈവറെ അറസ്റ്റ് ചെയ്തതായും ഇയാൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായും പോലീസ് അറിയിച്ചു. കഴിഞ്ഞ ദിവസം മസ്കറ്റ് ഗവർണറേറ്റിൽ നിന്നും അശ്രദ്ധയോടെ വാഹനമോടിച്ചതിന് 2 ഡ്രൈവർമാർക്കെതിരെ നടപടി സ്വീകരിച്ചിരുന്നു. വാഹനങ്ങളും കണ്ടുകെട്ടി. ഗതാഗത നിയമങ്ങൾ ലംഘിച്ച് വാഹനം ഓടിക്കുന്നവർക്കെതിരെ നിയമ നടപടികൾ ഇപ്പോൾ കർശനമാക്കിയിരിക്കുകയാണ്. ചട്ടങ്ങൾ ലംഘിച്ച് റിയാദിൽ സൈനിക വസ്ത്ര നിർമ്മാണം നടത്തിയ കേന്ദ്രം കണ്ടെത്തി. 40,000 സൈനിക റാങ്കുകളും ചിഹ്നങ്ങളും 230 സൈനിക യൂണിഫോമുകളും കണ്ടുകെട്ടി. സൈനിക വസ്ത്രങ്ങൾ വിൽക്കുന്നതിനും തുന്നുന്നതിനുമുള്ള നിയമങ്ങൾ ലംഘിച്ച് പ്രവർത്തിച്ച ഒരു കടയിൽ നിന്നുമാണ് സൈനിക വസ്ത്രങ്ങളും ചിഹ്നങ്ങളും സുരക്ഷാ സമിതി പിടിച്ചെടുത്തത്. ലൈസൻസില്ലാതെ സൈനിക വസ്ത്രങ്ങൾ തുന്നുന്ന അനധികൃത കേന്ദ്രം സമിതി പൂട്ടുകയും ചെയ്തു. സൈനിക യൂണിഫോം നിർമ്മാണ രംഗത്തെ ലംഘനങ്ങൾ നിയന്ത്രിക്കുന്നതിനും നിയമലംഘകർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നതും ലക്ഷ്യമിട്ടാണിത്. തെക്കൻ ഗാസ മുനമ്പിലെ ഖാൻ യൂണിസ് ക്യാമ്പിൽ ഇസ്രായേൽ നടത്തിയ കൂട്ടക്കൊലയെ സൗദി അറേബ്യ ശക്തമായി അപലപിച്ചു. ഫലസ്തീൻ ജനതയ്ക്കെതിരെ ഇസ്രായേൽ സൈന്യം വംശഹത്യ കൂട്ടക്കൊലകൾ തുടരുന്നതിന് ശക്തമായി അപലപിക്കുന്നതായി വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. തെക്കൻ ഗാസ മുനമ്പിലെ ഖാൻ യൂണിസിൽ കുടിയൊഴിപ്പിക്കപ്പെട്ട ആളുകൾക്കു വേണ്ടിയുള്ള ക്യാമ്പുകൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ വംശഹത്യ കൂട്ടക്കൊലയിലെ ഏറ്റവും പുതിയതാണ്. ഫലസ്തീനിൽ ഉടനടി സ്ഥിരമായ വെടിനിർത്തലിന് വേണ്ടിയും അധിനിവേശ ഫലസ്തീൻ പ്രദേശങ്ങളിലെല്ലാം നിരായുധരായ സാധാരണക്കാർക്ക് സംരക്ഷണം നൽകുന്നതിനുമുള്ള ആവശ്യം പുതുക്കുന്നതായും വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളുടെയും അന്താരാഷ്ട്ര നിയമസാധുതാ പ്രമേയങ്ങളുടെയും തുടർച്ചയായ ഇസ്രായേൽ ലംഘനങ്ങളെക്കുറിച്ച് അന്താരാഷ്ട്ര ഉത്തരവാദിത്ത സംവിധാനങ്ങൾ സജീവമാക്കേണ്ടതിൻ്റെ ആവശ്യകതയും സൗദി ഊന്നിപ്പറഞ്ഞു. വിദേശികൾക്ക് തൊഴിൽ ചെയ്യാൻ ആഗോളതലത്തിൽ ഏറ്റവും മികച്ച 2ാമത്തെ രാജ്യമായി സൗദി അറേബ്യ. ഡെൻമാർക്ക് കഴിഞ്ഞാൽ പ്രവാസികൾക്ക് ഏറ്റവും സുരക്ഷിതമായി ജോലി ചെയ്യാൻ കഴിയുന്ന അന്തരീക്ഷം സൗദിയിലാണെന്ന് ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോം പ്രവാസികളുടെ ജീവിതത്തെക്കുറിച്ച് നടത്തിയ സർവേയിൽ കണ്ടെത്തി. UAE, അമേരിക്ക, ബെൽജിയം, നെതർലാൻഡ്സ് എന്നിവ റാങ്കിങ്ങിൽ സൗദി അറേബ്യയേക്കാൾ വളരെ പിന്നിലാണ്. ഈ വർഷത്തെ വർക്ക് എംബ്രോയ്ഡ് ഇൻഡെക്സിൽ ഏറ്റവും മികച്ച തൊഴിൽ സ്ഥലമെന്ന നിലയിൽ സൗദി ആഗോളതലത്തിൽ 2ാം സ്ഥാനത്തെത്തിയതായും വ്യക്തമാക്കി. ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോം നടത്തിയ ഏറ്റവും പുതിയ പ്രവാസി സർവേ പ്രകാരം സൗദി പ്രൊഫഷണൽ ഡെവലപ്മെന്റ് സൂചികയിൽ 1ാം സ്ഥാനത്തും ശമ്പളത്തിലും തൊഴിൽ സുരക്ഷയിലും 2ാം സ്ഥാനത്തും എത്തിയതായി സർവേ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചു. സൂചിക പ്രകാരം ഡെൻമാർക്ക് 1ാം സ്ഥാനത്തും സൗദി അറേബ്യ 2ാം സ്ഥാനത്തുമാണ്.